ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. 15-ാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി രാജാവായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ നമ്പൂരാൻ ആണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ക്ഷേത്രത്തിലെ വിഗ്രഹം പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ളതാണ്. വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവും അതായത് ശംഖ് വെച്ചുള്ള രൂപമാണ് ഭഗവാൻ ഉള്ളത്. ക്ഷേത്രകുളത്തിൽ നിന്നും മുങ്ങി തപ്പിയെടുത്തതാണ് ഈ വിഗ്രഹമെന്നും പറയപ്പെടുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കവേ ഗുരുവായൂരിലെ വിഗ്രഹം കുറച്ചുകാലം അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിന്റെ സ്മരണയ്ക്കായി ഇവിടെ ഗുരുവായൂർ നട എന്ന പ്രത്യേക അമ്പലം തന്നെ ക്ഷേത്രത്തിലുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. അതായത് ചെമ്പകശ്ശേരി രാജാവും ഭഗവാൻ കൃഷ്ണനും തമ്മിൽ ചതുരംഗം കളിച്ചു. ഭഗവാൻ ഒരു സന്യാസിയുടെ വേഷത്തിലായിരുന്നു രാജാവിന്റെ മുൻപിൽ ഇരുന്നിരുന്നത്. അവർ തമ്മിൽ ഒരു പന്തയം വെച്ചു. പന്തയത്തിൽ രാജാവ് തോറ്റുപോയാൽ ചതുരംഗത്തിലെ ഓരോ കള്ളിയിലും മുൻപത്തെ കള്ളിയുടെ ഇരട്ടി അരി വീതം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. കളിയിൽ തോറ്റ രാജാവ് പന്തയപ്രകാരം നൽകേണ്ടി വന്ന അരിയുടെ അളവ് രാജഭണ്ഡാരത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. കടം വീട്ടാൻ സാധിക്കാതെ വിഷമിച്ച രാജാവിന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് പാൽപ്പായസം നൽകുന്നതിലൂടെ ആ കടം വീട്ടാമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇന്നും മുടങ്ങാതെ തുടരുന്ന പാൽപ്പായസത്തിന്റെ രസകരമായ കഥ. ക്ഷേത്രത്തിൽ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ 7 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ മിരാവ് കൊട്ടിയിരുന്നതും ഓട്ടൻ തുള്ളൽ അവതരിപ്പിച്ചിരുന്നതും ഈ ക്ഷേത്രസന്നിധിയിലായിരുന്നു. അതിന്റെ സ്മരണക്കായി ഇന്നും മിരാവ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ആറാട്ട് ഉത്സവമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ വേലകളിയും ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യയും പ്രധാനമാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പള്ളിപ്പാന അത്യപൂർവമായ ഒരു അനുഷ്ഠാനമാണ്. ഈ വർഷം 2026 ഫെബ്രുവരി 8 മുതൽ 22 വരെയാണ് ചടങ്ങ് നടന്നിരുന്നത്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ഭഗവാന്റെ ജന്മദിനം വിപുലമായി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിന്റെ ദർശന സമയം രാവിലെ 3 മണി മുതൽ 12 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ്. ക്ഷേത്രത്തിലെ പാൽപ്പായസ വിതരണം ഉച്ചയ്ക്ക് 12:30 ആരംഭിക്കുന്നത്. ഇത് ലഭിക്കാനായി രാവിലെ 10 മണിക്ക് മുൻപായി കൗണ്ടറിൽ നിന്നും ടോക്കൺ എടുക്കുന്നത് ഉചിതമായിരിക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗമാണ് മണിക്കിണർ. ലോക പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിക്ക് പിന്നിലെ പ്രധാന രഹസ്യവും ഈ കിണറിലെ പുണ്യജലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഒരു പ്രത്യേക മതിൽക്കെട്ടിനകത്താണ് മണിക്കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വാതിൽ എപ്പോഴും പൂട്ടിയ നിലയിലായിരിക്കും. പായസം തയ്യാറാക്കുന്ന സമയത്ത് ശാന്തിക്കാർക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. കീഴ്ശാന്തിമാർ കിണറ്റിലെ വെള്ളം എടുക്കുമ്പോൾ ഭഗവാന്റെ അനുവാദം വാങ്ങിക്കണമെന്നാണ് ചട്ടം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണനെ കൂടാതെ ഗണപതി, ശിവൻ, ഭഗവതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾ ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ അകലെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ നിന്ന് ബസ്സും ടാക്സിയും ലഭ്യമാണ്. ബസ് മാർഗം വരികയാണെങ്കിൽ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഹരിപ്പാട്, കായംകുളം, തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിർത്തും. അവിടെ നിന്നും 500 മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അവിടെ നിന്നും ഏകദേശം 100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗ് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.